പ്രസവം കഴിഞ്ഞിട്ടുള്ള കുട്ടിനെയും ഉമ്മയെയും ഒരുമിച്ചിരുത്തിയിട്ട് ഖുർആനിൽ നിന്ന് ഓതേണ്ട ആയത്തേതാ? അങ്ങനെ ഒരു ആയത്ത് അല്ലാഹുവിന്റെ ഖുർആനിലുണ്ടോ? ഈ കാലഘട്ടത്തിൽ നമ്മളത് കൂടുതൽ പഠിക്കണ്ടേ? ആ കുട്ടിയെയും ആ ഉമ്മയെയും കൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് നടക്കാൻ വിധിക്കപ്പെട്ട ആളുകളാകരുത് നമ്മള്, ഹതഭാഗ്യരാകരുത്. നമ്മൾ അവർക്ക് നല്ല ആത്മീയമായ വെളിച്ചം കൊടുത്തിട്ട് നല്ല ആരോഗ്യത്തോടെ അവരെ വളർത്തുന്നവരാകണം. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ പഠിപ്പിച്ചില്ലേ, ഉമ്മയെയും കുട്ടിയെയും ഒരുമിച്ച് ചേർത്ത് കിടത്തിയിട്ട്, അഥവാ ഉമ്മാന്റെ അപ്പുറത്ത് കുട്ടിയെ കിടത്തിയിട്ട് സൂറത്തുൽ അറാഫിലെ 54-ാമത്തെ സൂക്തം ഓതിക്കൊടുക്കണം. ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ 6 അയ്യാമിൻ ثم استوى على العرش يغشي الليل النهار يطلبه حثيثا والشمس والقمر والنجوم مسخرات بأمره ألا له الخلق والأمر تبارك الله رب العالمين. അതാ ഉമ്മയും കുട്ടിയെയും മോദി കേൾപ്പിക്കേണ്ട ആയത്താണ്. എത്രമാത്രം വലിയ ബഹുമാനാണ്. ആകെ വലത്തേ കാതിലൊരു വാങ്ങും ഇടത്തേ കാതിൽ ഇക്കാമത്ത് വരുള്ളൂ അല്ലെ. ആ വലത്തേ കാതിൽ വാങ്ങിന്റെ പുറമെ ഇഖ്ലാസ് സൂറത്ത് സുന്നത്തില്ലേ, അങ്ങനെ ഒരു സുന്നത്തുണ്ടാ? ഈ ഉസ്താദ് പുതിയ കിതാബ് എന്ന് പറയാം. പുതിയ കിതാബ് എന്ന ഉസ്താദെ പഴയ കിതാബ് തന്നെയല്ലേ? അതേ കാതിൽ തന്നെ വൈന്യ എഴുതുഹാബിക്കോ ദുരിയത്തെ ഷെയ്ത്വാൻ റജീമില്ലേ?